ഞാൻ പറഞ്ഞല്ലോ, റിയൽ ലൈഫിൽ യു ആർ ഗോയിങ് ടു സീ സീക്രട്ട് ഏജൻറ്റ്. അത് വളരെ ശക്തിയായിട്ട് ഓരോ ദിവസം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ സീക്രട്ട് ഏജൻറ്റിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കിക്കോ. അപ്പോൾ റിയൽ ലൈഫിൽ ഇനി അതിശക്തമായിട്ട് വരുന്നതായിരിക്കും കണ്ണൻ സായി എന്ന് പറയുന്നുണ്ട്. അതായത് സീക്രട്ട് ഏജൻറ്റ് ഇപ്പം ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു ജീവിതം എനിക്കിനി വേണ്ട, എനിക്ക് കണ്ണൻ സായി എന്ന് പറയുന്നൊരു നല്ല മനുഷ്യനെ എനിക്ക് ബിഗ് ബോസിനകത്ത് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നലെ ശരിക്കും പറഞ്ഞാൽ അഖിൽമാരാർ ഒരു ലൈവിൽ വന്ന് സീക്രട്ട് ഏജൻറ്റിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, നല്ല രീതിയിൽ അത്യാവശ്യം ഊക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 1 മിനിറ്റ് കണ്ടന്റ് എങ്കിലും നിന്റെ പുറത്തിറങ്ങിയിട്ടുണ്ടോ, നിനക്ക് പറയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നീ ആ ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം സായി ഇന്നലെ ശരിക്കും പറഞ്ഞാൽ സായിക്ക് നല്ല രീതിയിൽ കൊണ്ടിട്ടുണ്ട്. അങ്ങനെ സായി ഇന്നലെ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യം തന്നെ സായി ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് ഒരു എയർപോർട്ടിൽ വെച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അഖിൽമാരാറെ പറ്റിയിട്ട് ചോദിക്കുന്ന ഒരു കാര്യത്തിന് കൊടുക്കുന്ന റിപ്ലൈ എന്തെല്ലാം ഒന്ന് കണ്ടു നോക്കാം. ബാക്കി എല്ലാവരും അങ്ങനെയാണോ ചോദിച്ചത്? അപ്പൊ അഖിൽമാരോട് ചോദിക്കാൻ താങ്കൾ അങ്ങനെയാണോ ചോദിച്ചത്? പോയിന്റ് മനസ്സിലായി. നിങ്ങൾ കളിച്ചു വന്നതാണോ? അപ്പൊ അങ്ങനെ ഒരു വിവാദം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞു കണ്ടിട്ടില്ല. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉത്തരം പറഞ്ഞിട്ട് എടുത്തു. ഇത്രയും മനസ്സിലാണ് 100 ദിവസം കളിച്ചാണെങ്കിൽ ഇല്ല. അങ്ങനെ തന്നെ ഉത്തരം പറയുന്നത്. അതായത് എയർപോർട്ടിൽ വന്നപ്പം സായി എടുത്ത് പറഞ്ഞു, ബിഗ് ബോസിൽ ഓഡീഷനിൽ എടുക്കുന്ന ഓരോ ആൾക്കാരെ അവർക്ക് ഓഡീഷനിൽ അവർ ഓരോ ആൾക്കാരെ എടുക്കുമ്പം അവർക്ക് ഒരു പ്ലാനുണ്ട്, ഈ ഒരാളെ ജയിപ്പിക്കണമെന്ന്. അങ്ങനെയാണ് ബിഗ് ബോസ് ഷോയിൽ ഓരോ ആൾക്കാരെ സെലക്ട് ചെയ്യുന്നുള്ള രീതിയാണ് സംസാരിച്ചത്. അപ്പോഴത്തേക്ക് സായി പറഞ്ഞു, ഇത് മാരാറ് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണെന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അപ്പം സായി ഉടനെ പറഞ്ഞു, ഞാനത് എനിക്കറിയത്തില്ല, അങ്ങനാണോ ജയിച്ചത്, അങ്ങനാണ് ജയിച്ചതെങ്കിൽ അത് അങ്ങേരുടെ അടുത്താണ് ചോദിക്കേണ്ടത്, ഞാനത് കണ്ടിട്ടില്ല, കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ മറുപടി കറക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതെല്ലാം കേട്ടിട്ട് മാരാർക്ക് നല്ല രീതിയിൽ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാരാറ് ഇന്നലെ ഒരു ലൈവിനകത്ത് വന്നിട്ട് സായി പറ്റിയിട്ട് വളരെ എന്താ പറയണ്ടേ, നല്ല രീതിയിൽ ഊക്കി അങ്ങ് വിട്ട് എന്ന് തന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് സായി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സായിയുടെ റിയാക്ഷൻ എന്താണെന്ന് കണ്ടു നോക്കാം. അഖിൽമാരാറിൻ്റെ അടുത്ത് പറയുന്നത്. എനിക്ക് അഖിൽമാരാർ പറഞ്ഞതിനെ കുറിച്ച് എനിക്കൊരു അറിവുമില്ല, ഞാൻ കണ്ടിട്ടില്ല. അഖിൽമാരാർ അങ്ങനെയാണോ പറഞ്ഞത്? അങ്ങനെയാണ് അഖിൽമാരാർ പറഞ്ഞതെന്നുണ്ടെങ്കിൽ അഖിൽമാരാരോട് നിങ്ങൾ ചോദിക്കണം. അഖിൽമാരാർ കപ്പടിക്കാൻ കാരണം അങ്ങനെ ആയിരുന്നു. ഒരു കോമൺ സെൻസ് എന്ന് പറഞ്ഞൊരു സാധനം ഒരു മനുഷ്യനുണ്ട്. അത് വെച്ചിട്ട് ഈ സംഗതി തിങ്ക് ചെയ്യണം. നീയും ഇറങ്ങി വന്ന അതേ സ്റ്റേജിലാണ് ഞാനും അതിനകത്തുനിന്ന് ഇറങ്ങി വരുന്നത്. നമുക്ക് പുറത്ത് എന്താണെന്നുള്ള വലിയ ഐഡിയ ഒന്നുമില്ല. ഫോൺ കിട്ടി നെക്സ്റ്റ് ഡേ നമ്മൾ പോരുകയാണ്. ഒരൊറ്റ ഓവർനൈറ്റ് കൊണ്ട് നമുക്കെല്ലാം കാണാൻ പറ്റില്ല. മീഡിയാസ് വന്ന് ചോദിച്ചു, 1-2 സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ആ സാധനം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാണാത്തതുകൊണ്ട് ഞാൻ എടുത്തു ചോദിക്കുന്നുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, എവിടെയാ? ഇത് ഞാൻ 1-2 വട്ടം ചോദിച്ചതിന് ശേഷമാണ് ഞാനതിനൊരു റിപ്ലൈ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ആളിന് ഭയങ്കര ഹേർട്ടായി തോന്നുന്നു. അപ്പോഴത്തേക്കും രാജാവിനെ ഇളകി, രാജാവ് കൊമ്പും കോലൊക്കെ ആയിട്ട് വന്നൂടെ. വായ്ത്താളം അടിക്കാൻ എനിക്ക് ഇപ്പോഴും പറ്റൂടെ, മനസ്സിലായോ? ഓക്കെ, അപ്പം സായി പറയുന്നു സായി അത് കേട്ടിട്ടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്, ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് സായി അത് കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ എന്നാൽ അതിൻ്റെ വായും കൊണ്ട് തന്നെ സായി അതിനകത്ത് പറയുന്നുമുണ്ട്, ശരിക്കും പറഞ്ഞാൽ അങ്ങനാണോ ജയിച്ചത്, അഖിൽമാരാർ അങ്ങനെയാണോ ശരിക്കും ജയിച്ചതെന്ന്. ആ ഒരു ചോദ്യത്തിനകത്ത് ഒരുമാതിരി കുത്തിച്ചോദ്യം സംസാരിക്കുന്ന രീതിയിൽ തന്നെയാണ് സായിയുടെ ആ ഒരു സംസാരം കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നത്. അപ്പം ആ ഒരു വീഡിയോ വന്നതിന് ശേഷം എനിക്കറിയാം കമൻറ്റ് ബോക്സിലെല്ലാം കാർ കിട്ടി കഴിഞ്ഞാൽ സായി ഭയങ്കര സംഭവമാണ്, കാർ കയറിയപ്പോൾ സായിക്ക് ഇത്രയും വായൊക്കെ തുറക്കാനുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും മാരാർ ഇതിന് അത്യാവശ്യം നല്ലൊരു റിപ്ലൈ കൊടുത്തു. മാരാർ കൊടുത്ത രീതി ഇത്തിരി എന്താ പറയണ്ടേ, 1 മിനിറ്റ് കണ്ടിട്ടെങ്കിലും നിൻ്റെ പുറത്തിറങ്ങിയിട്ടുണ്ടോ, നീ എന്നിട്ടാണോ നീ ഇരുന്ന് സംസാരിക്കുന്നത് എടുക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം സായി ഇപ്പം പറയാൻ പോകുന്നൊരു ഡയലോഗുണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്തൊരു ഡയലോഗ്. അതായത് റിയൽ ലൈഫിൽ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് സീക്രട്ട് ഏജൻറ്റിനെ ആയിരിക്കും, അതിശക്തമായൊരു സീക്രട്ട് ഏജൻറ്റിനെ ആയിരിക്കും എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതൊന്ന് കേട്ട് നോക്കാം. ആയിത്താളത്തിന് വലിയ കുറവൊന്നുമില്ല, ഇവിടെ തന്നെ നടക്കുന്നുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ നീ കളിച്ച പോലെ തന്നെ എനിക്ക് കളിക്കണമെന്നില്ല. ഹോസ്പിറ്റലിൽ പോയി വന്നതിന് ശേഷം കളി മാറ്റാൻ ഞാൻ അഖിൽമാരാറ്, ഞാൻ അങ്ങനെ തന്നെയാണ് നിന്നത്.
നിങ്ങൾ മക്കളെ മറ്റേ ലാലേട്ടൻ എന്നെ സ്റ്റേജിൽ വിളിച്ച സമയത്ത് ഞാനൊരു AV കൊടുത്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇതൊന്നും ആരും എടുത്തു പിടിച്ച് നോക്കിയതോ കണ്ടോന്നും ഞാൻ കണ്ടില്ല. ഞാൻ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ സീക്രട്ട് ഏജന്റിനെ ആവും കണ്ടിട്ടുണ്ടാവുക. നിങ്ങൾ ഇനി കാണാൻ പോകുന്നത് സായി കൃഷ്ണനെയാണ്. ഈ ലൈഫിൽ യു ആർ ഗോയിങ് ടു സീ സീക്രട്ട് ഏജന്റ്. അത് വളരെ ശക്തിയായിട്ട് ഓരോ ദിവസം തിരിച്ചു വന്നുകൊണ്ടേയിരിക്കും. ആ സീക്രട്ട് ഏജന്റിനെ നിങ്ങൾ ഏത് രീതിയിൽ വേണമെങ്കിലും നോക്കിക്കോ, ഡബിൾ പവർ ആയിരിക്കും. ഡബിൾ പവർ ആയിരിക്കും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരാൾ. അതായത് ഓരോ ദിവസവും ഓരോ വീഡിയോസ് വരുമ്പോഴും ഭയങ്കര ശക്തമായിട്ട് അതിന് കാര്യം മനസ്സിലായി. ഇനി നൈസായിട്ട് ഇങ്ങനെ മാറ്റി പിടിച്ചാലേ നടക്കത്തുള്ളൂ, നിലനിൽപ്പില്ലെന്ന് മനസ്സിലായി. ഞാൻ ഉള്ള കാര്യം പറയാം. സായിയുടെ എനിക്ക് പേഴ്സണൽ ഇഷ്യൂസ് അല്ല, പക്ഷേ സായിയുടെ ചില കാര്യത്തിനകത്തോട്ട് നമുക്ക് യോജിപ്പില്ല. അപ്പോൾ അതുകൊണ്ട് റിയാക്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഇതിൻ്റെ ഒരു കാൽഭാഗം ബിഗ് ബോസിനകത്ത് പോയി കാണിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഒരു കാരണവശാലും ഇപ്പം സായിയുടെ ആ കമൻറ്റ് ബോക്സിൽ വരുന്ന ഇത്തരം തെറികൾ വരില്ല. തെറികൾ ഇപ്പം നോർമലി ഇപ്പോൾ എന്ത് ചെയ്താലും തെറികൾ വരുമായിരിക്കും. പക്ഷേ ഒരാളെങ്കിലും സായിയെ പറ്റിയിട്ട് നല്ലത് പറയാനായിട്ട് എങ്ങും ഞാൻ കാണുന്നില്ല ആ കമൻറ്റ് ബോക്സിൽ. ഉള്ള കാര്യം ഞാൻ പറയണത്. സായി ഇതിനകത്ത് പറഞ്ഞു അഖിൽമാരാർ പുറത്ത് പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് ഗെയിം ചേഞ്ച് ചെയ്ത കാര്യങ്ങളൊക്കെ അറിയാമെന്ന്. അഖിൽമാരാർ എന്ന് പറയുന്നൊരു വ്യക്തി പക്ക BB മെറ്റീരിയലാണ്. അയാൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുന്നേയും അയാൾ കിടിലമായിട്ടാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. ആദ്യത്തെ ഒരു കുറച്ച് നെഗറ്റീവ് ഒഴിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ഒരു പക്ക BB മെറ്റീരിയൽ തന്നെയാണ്. മാരാറിൻ്റെ ഗെയിമിനെ പറ്റിയിട്ട് ഒരു മനുഷ്യരും കുറ്റം പറയത്തില്ല. കുറ്റം പറയുന്നവന്മാരുണ്ടെങ്കിൽ അവന്മാർ വിവരം കെട്ടവന്മാരായിട്ടേ ഞാൻ കാണത്തുള്ളൂ. കാര്യം മാരാറിൻ്റെ ഒരു കാൽ ഭാഗം പോലും സായി കൊണ്ട് കളിക്കാൻ പറ്റിയിട്ടില്ല അതിനകത്ത്. സായി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, സായി ചിലപ്പം സായിക്ക് കുറച്ച് പേഴ്സണലി ഒരുപാട് ഗുണങ്ങൾ കിട്ടിക്കാണും. ഇപ്പം ഫാമിലി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടായാലും സായി സായിയുടെ ഉള്ളിൽ ഇപ്പം ഫാമിലി ലൈഫും കാര്യങ്ങളും എല്ലാം സായിയുടെ അടിപൊളിയായി കാണും. അത് പക്ഷേ സായിയുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിന് സായിയുടെ പേഴ്സണൽ ലൈഫിൽ സായിക്ക് അടിപൊളിയായി ജീവിതം സെറ്റായെന്ന് പറയുമ്പോഴത്തേക്ക് ഓഡിയൻസിന് ഒരിക്കലും ഇത് കാണാനായിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണ്. ഓഡിയൻസിന് വേണ്ട എന്താണ്, നല്ല കണ്ടന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരെ തീർച്ചയായിട്ടും നോട്ടീസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ ബിഗ് ബോസിനകത്ത് ചെന്നിട്ട് നമ്മൾ കുടുംബം നന്നാക്കാനും പിന്നെ നമ്മൾ നമ്മളൊരു വെറും നനഞ്ഞ വടക്കമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഊക്ക് കിട്ടും. പിന്നെ ഇത്രയും സായി ഇപ്പം പവറായിട്ട് ഞാൻ ഇനി തിരിച്ചു വരുമെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് സത്യം പറയാനല്ലേ എൻ്റെ പൊന്നളിയാ, നീ പണ്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സായിയുടെ ഞാൻ നേരിട്ടും പറഞ്ഞിട്ടുണ്ട്, പണ്ട് നിൻ്റെ കണ്ടന്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഓരോ കാര്യങ്ങൾ തപ്പിപ്പിടിച്ച് പോയി കുത്തിപ്പൊക്കി എല്ലാം എടുത്ത് പിന്നെ അതിനുശേഷം പിന്നെ അതിൻ്റെ ആ ഒരു ഇത് കുറഞ്ഞ് സായി ഇപ്പോൾ ഒരു ബാലൻസ് ചെയ്തുള്ള രീതിയിലായിരുന്നു പോണത്. ഇപ്പം തികച്ചും എന്താ പറയേണ്ടത്, വീണ്ടും പഴയതുപോലെ ഞാൻ എടുക്കുവാണ്. ഞാൻ ഡബിൾ പവർ കടന്ന് വരുമ്പം പ്രത്യേകിച്ച് ബിഗ് ബോസിൽ പെർഫോമൻസ് ഒക്കെ കണ്ടതിന് ശേഷം കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. ഉള്ള കാര്യം പറയാം. എന്നാൽ ചോദിക്കും, താങ്കൾ ഭയങ്കരമായ റിയാക്ട് ചെയ്യുന്ന ആളായിരിക്കും. നമ്മളൊന്നും അത്രയ്ക്ക് വലിയ റിയാക്ഷനൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്, നമുക്ക് ഒരു ചെറിയ ചാനലാണ്. പക്ഷേ ബിഗ് ബോസിലെ ഗെയിം വെച്ചിട്ട് തന്നെ സായി കൃഷ്ണ എന്ന് പറയുന്നൊരു വ്യക്തി വളരെ ഫ്ലോപ്പായിരുന്നു. ഉള്ള കാര്യം പറയാമല്ലോ. ഒരു റിയാക്ട് ചെയ്യുമ്പം തന്നെ, പല കാര്യങ്ങളും റിയാക്ട് ചെയ്യുമ്പം തന്നെ ആൾക്കാർക്ക് ആ ഒരു കണ്ണൻ സായിയാണ് ഓർമ്മ വരുന്നത്. ആൾക്കാർക്ക് ആ ഒരു സീക്രട്ട് ഏജന്റിനെ അല്ല ഓർമ്മ വരുന്നത്. മനോജേട്ടൻ വന്നിട്ട് ബീന ആൻ്റണിയുടെ ഹസ്ബൻഡ് മനോജേട്ടൻ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, താങ്കളെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണത് താങ്കളുടെ പല വിഷയങ്ങളിലൂടെയുള്ള ഓരോ റിയാക്ഷൻ കാരണമാണ്, അടിപൊളിയായിട്ടുള്ള റിയാക്ട് ചെയ്യുന്ന കാരണമാണ്. ഇപ്പോൾ താങ്കളുടെ വീഡിയോസ് കാണുമ്പം എനിക്ക് ശരിക്കും ചിരിയാണ് വരുന്നത്. അതായത് ബിഗ് ബോസിൽ പിച്ച വെച്ച് നടക്കുന്ന ഉണ്ണിക്കണ്ണനെയാണ് ഓർമ്മ വരുന്നതെന്നും പറഞ്ഞ് മനോജേട്ടൻ വരെ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് സായി അത് മനസ്സിലാക്കുക, സായി ഇനി എന്ത് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാലും അതൊരു കോമഡി ആയിട്ടാണ് ഫീൽ ചെയ്യണത്. ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുമ്പോൾ ഈ കാര്യം വേറെ ഒന്നുമല്ല, അതിനകത്ത് ചെന്ന് കാണിച്ചായിരുന്നുവെങ്കിൽ ഡബിൾ പവറായിട്ടായിരിക്കും സായി തിരിച്ചു വരുന്നത്. ഇപ്പം ഡബിൾ പവർ ഇനി വീഡിയോയിലാക്കുമ്പോഴത്തേക്ക് ഒരു അക്സെപ്റ്റൻസ് കിട്ടത്തില്ല. അപ്പോൾ കാണുന്നവൻ കണ്ടാൽ മതിയുടെ, നീ ഒന്നും കാണണ്ട എന്നായിരിക്കും അളിയൻ ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയാം. ഓക്കെ, അപ്പോൾ എന്തായാലും വാക്കിട കേട്ട് നോക്കാം. ഈ വായ്ത്താളത്തിന്റെ അങ്ങേ അറ്റമായ സായി ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് എന്താണ് ഏത് രീതിയിലാണ് അവൻ അവിടെ നിന്നതും പിടിച്ചതും ഒക്കെ എല്ലാവരും കണ്ടതുമാണ്. സമൂഹം മുഴുവൻ അവനെ പരിഹസിച്ചതും എല്ലാവരും കണ്ടതാണ്. ഈവൻ അവനെ ഇന്നലകളിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർ പോലും അവനെന്ന് പറയുന്ന ഒരാളുടെ കഴിവില്ലായ്മയിൽ അല്ലെങ്കിൽ അവന്റെ പുറത്തുള്ള ഗുണപരികാരവും അകത്തുള്ള പ്രവൃത്തിയും എല്ലാം കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് വീണ്ടും പുറത്തിറങ്ങിയിട്ട് താളമടി ഒരു അല്പം ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. താളമൊക്കെ അടിക്കാമായിരുന്നു, കുറച്ചൊക്കെ താളം അടിക്കാമായിരുന്നു. എന്തെങ്കിലും കൊള്ളാവുന്ന 1 മിനിറ്റ് കണ്ടെങ്കിലും അവന്റെ പേരിൽ പുറത്ത് അവൻ കണ്ടിട്ടുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ താളമടിക്ക് ഒരു ഇച്ചിരിയെങ്കിലും, അതായത് ഞാൻ പറഞ്ഞ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ 1 മിനിറ്റ് അല്ലടേ, എൻ്റെ എൻറ്റയർ സീസൺ ഞാൻ കണ്ടത് വെച്ചിട്ട് എനിക്ക് ഇതിലും വലിയൊരു പോസിറ്റീവ് ഇല്ല മാൻ. പോസിറ്റീവ് അല്ല, നെഗറ്റീവാണ്, മനസ്സിലാക്കുക.
സായിയുടെ ഉള്ളിലാണ് തോന്നിയിരിക്കുന്നത് സായിക്ക് പോസിറ്റീവായെന്ന്. ഒരിക്കലും പോസിറ്റീവല്ല, നെഗറ്റീവേ ഉള്ളൂ. സായിയുടെ പേഴ്സണലി അറിയാവുന്ന ആൾക്കാർ കൊണ്ടാണ് യൂട്യൂബേഴ്സ് പകുതി പേരും വന്ന് റിയാക്ട് ചെയ്ത് വളരെ വലിച്ചു കീറാഞ്ഞത്. വലിച്ചു കീറാൻ ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ടായിട്ട് പോലും. അപ്പോൾ അതിനകത്ത് മാരാർ പറഞ്ഞതിനകത്ത് ന്യായമുണ്ട്. ഒരു മിനിറ്റ് ഒരു നല്ലൊരു കണ്ടന്റ് പോലും ഇല്ല. സായിക്ക് എടുത്ത് പറയാൻ എന്ത് കണ്ടന്റാണ് അതിനകത്തുള്ളത്? സായി എന്താണ് ഫിസിക്കൽ ടാസ്ക് 1-2 ടാസ്കുകൾ കളിച്ച് ജയിച്ച് ഓക്കെ, അതെല്ലാം ശരി, ഓക്കെ. പിന്നെ ടിക്കറ്റ് ഫിനാലെ എനിക്കൊന്ന് സെക്കൻഡ് എങ്ങാണ്ടായിട്ടുണ്ട്, അതെല്ലാം ശരി തന്നെ. പക്ഷെ അതൊക്കെ ഒരു പറയുന്നതിനും വേണ്ടി എന്തെങ്കിലും ഒരു കണ്ടന്റ് ആണോ? ഇപ്പം ബിഗ് ബോസിൻ്റെ ഈ പറയുന്ന ഓരോ റീൽസ് കട്ട് ചെയ്ത് നമ്മൾ ഓരോ ഷോർട്സ് ആയിട്ടൊക്കെ കാണുമ്പം പല കാര്യങ്ങൾക്കാണ്. ഇപ്പം മാരാറിൻ്റെയൊക്കെ ഒരുപാട് കോമഡി സീൻസ് കാണാം, ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര അഗ്രസീവായിട്ടുള്ള സാധനങ്ങൾ കാണാം. പക്ഷെ അതൊക്കെ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു എൻജോയ് ചെയ്ത് കാണും. അങ്ങനെ കാണാൻ സായിക്ക് ഒരു സാധനമില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പറയാൻ വേണ്ടി ഒരു കണ്ടന്റും ഇല്ല സായിക്ക്. കാര്യം ഇവിടുന്ന് പോയ ഒരു സായി അല്ല, പോകുന്ന സമയത്ത് ഇവൻ എൻ്റെ അടുത്ത് വരെ പറഞ്ഞിട്ടുണ്ട്, അളേ ഞാൻ പോകുന്ന കപ്പടിക്കാനാണ്. അങ്ങനെ പറഞ്ഞു പോയ ഒരു വ്യക്തി ഇങ്ങനെ കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം മനസ്സിലാക്കുക, സായിയുടെ വീഡിയോസ് എടുത്ത് നോക്കുക. അതായത് ബിഗ് ബോസിൽ പോയ സമയത്ത് സ്നേഹ തന്നെ സായിക്കെതിരെ ചെയ്തേക്കുന്ന വീഡിയോസ് എടുത്ത് നോക്കുക. സായി ഇട്ട് നല്ല രീതിയിൽ ഊക്കുന്നുണ്ട്, മോയെ 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 എന്നും പറഞ്ഞിട്ട് നല്ല ഊക്കുകൾ വാങ്ങിയിട്ടുണ്ട്. അതായത് സായി എന്നൊരു ഗെയിമറെ ഒരു മനുഷ്യർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു സത്യം. ഇതിൽ ബാക്കിയോടെ കാണാം. ഞാൻ റെക്ടിഫൈ ചെയ്ത കാര്യങ്ങളും എൻ്റെ ലൈഫിലേക്ക് ഞാൻ കൊണ്ടുവന്ന കാര്യങ്ങളും സായി കൃഷ്ണൻ ഈസ് വെരി ഹാപ്പി. പുറത്തിറങ്ങുന്ന സമയത്ത് അമ്മമാരും കുട്ടികളും വരുമ്പോൾ ആ ഹാപ്പിനെസ് എനിക്ക് അറിയില്ല. എന്നെപ്പോലെ കണ്ണട ഇട്ട് മറ്റേ 2 ടാറ്റ കൊടുത്ത് ജാട പിടിച്ച് നടക്കുന്ന സ്കീം, എടീ അതല്ല റിയൽ ലൈഫിന് വേണ്ടേ. നീ റിയൽ ലൈഫും ഫേക്ക്. നിന്റെ ഞാൻ പണ്ടുണ്ടായിരുന്ന സ്റ്റേജിലാണ് ഇപ്പം അഖിൽമാരായിരിക്കുന്നത്. എവിടെയൊക്കെ പൊങ്ങച്ചും കാണിക്കാൻ പറ്റുമോ ആട്ടിയടിച്ച് എല്ലായിടത്തും പൊങ്ങച്ചും കാണിച്ച് എല്ലാം എന്തിനടേ നിലത്ത് പാടേ. എനിക്കെൻ്റെ ഫാമിലി, എൻ്റെ റിലേറ്റീവ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഞാൻ എന്താണെന്നുള്ളത് തിരിച്ചു പിടിക്കാൻ പോയി. അത് ഞാൻ കൃത്യമായിട്ട് എൻജോയ് ചെയ്ത് വന്നു. അവിടെ എനിക്ക് 10 പേരെ എൻ്റെ വീഡിയോ കണ്ടിട്ട് 1 മിനിറ്റ് എൻ്റെ 1 മിനിറ്റ് ഫൂട്ടേജ് എങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കാൻ മാത്രം നീ ഈ സീസണേ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ ഡയലോഗ് അടിച്ചവനാ. എന്നിട്ട് ഇപ്പം എൻ്റെ 1 മിനിറ്റ് ഫൂട്ടേജ് ഉണ്ടോ നീ അപ്പം എൻ്റെ ഈ സീസൺ കാണാതെ എൻ്റെ ഫൂട്ടേജ് നീ എവിടെ നിന്ന് കാണൂടെ? ഭയങ്കര ശരി വരുന്നുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഓക്കെ, എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് വരാം. സായി ഇതിനകത്ത് പറയുന്നുണ്ട്, നീ കണ്ണാടി ഇട്ടിട്ട് നീ എന്താ പറയണ്ട, നീ കാണിച്ചതെല്ലാം ഫേക്കാണ്, നീ റിയൽ ലൈഫിലും ഫേക്കാണെന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അഖിൽമാരാർ പുറത്തെങ്ങനെ ബിഹേവ് ചെയ്യുന്നോ അതേപോലെ തന്നെയാണ് അതിനകത്ത് ബിഹേവ് ചെയ്തതെന്ന് ഒട്ടുമിക്കപ്പെട്ട എല്ലാവർക്കും അറിയാം. അതാണ് മാരാർക്ക് ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് വേണ്ടത്. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ക്യാമറയിൽ വന്നിരുന്ന് ഭയങ്കര വായ്ത്താളം പറയും. പക്ഷേ നമ്മൾ ക്യാമറ അങ്ങോട്ട് മാറുമ്പം 10 പേര് കൂടി നിൽക്കുന്ന സമയത്ത് നമ്മൾ വാ തുറന്നില്ലെങ്കിൽ വെറും കഴിവുകെട്ടവനായിട്ടേ ആൾക്കാരത് കാണത്തുള്ളൂ. കാര്യം ഒരു 10 പേര് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും സംസാരിക്കാനും നമ്മൾ നെഞ്ചും പിരിച്ചിരുന്ന് സംസാരിക്കാനും നമുക്കൊരു എന്താ പറയുന്നത്, നമുക്കൊരു അവിടാണ് നമ്മളൊരു ആണത്വം എന്ന് പറയുന്നൊരു സാധനം കാണിക്കുന്നത്. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആക്കുമ്പം ഈ പറയുന്ന സായി എന്തായിരുന്നു എന്ന് നമുക്കറിയാം. ക്യാമറ മാറി റിയൽ ലൈഫിൽ ഒരു ഇൻട്രോവേർട്ടായിട്ടാണ് ഫീൽ ചെയ്യണത്. അത് പല ആൾക്കാരും പറഞ്ഞ മാത്രമല്ല, നമുക്കത് എല്ലാവർക്കും പേഴ്സണലി തോന്നിയ കാര്യമാണ് സായി ഒരു ഇൻട്രോവേർട്ടാണ്. കാര്യം സായി ക്യാമറയ്ക്കകത്ത് പല വിഷയങ്ങളിലും വന്ന് ഭയങ്കര കിടലുമായിട്ട് സംസാരിക്കും. പക്ഷേ ക്യാമറ മാറി ഇപ്പോൾ ഉള്ളൊരു റിയൽ ലൈഫിനകത്തോട്ട്, അതായത് അതൊരു റിയാലിറ്റി ഷോയാണ് അല്ലേ, ആ റിയാലിറ്റി ഷോയിൽ സായി എങ്ങനെയാണ്, സായി എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താണെന്ന് ഫസ്റ്റ് ദിവസം ചെന്ന് ഒക്കെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ദിവസമല്ല, ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പം തന്നെ ഒട്ടുമിക്കപ്പെട്ട ആൾക്കാർക്ക് അത് മനസ്സിലായി. പിന്നെ ഫിസിക്കലി വയ്യാത്തത് കൊണ്ടാണ് സായി ഒന്നും കളിക്കാത്ത പെർഫോം ചെയ്ത് അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല. ചെന്നിട്ട് ഒരാഴ്ചയൊന്നും സായിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷമായിരുന്നല്ലോ ഫിസിക്കൽ കണ്ടീഷൻ മോശമായി വന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ എന്ത് ചെയ്യുമായിരുന്നു? പറയുന്നതിനകത്ത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനകത്ത് ഇനിയിപ്പം മാരാറ് വളരെ നല്ല മനുഷ്യനാണെന്നുള്ള രീതിയല്ല പറയുന്നത്. മാരാറ് പറയുന്ന പല സ്റ്റേറ്റ്മെൻറ്റിനകത്തോട്ട് നമുക്ക് യോജിപ്പുണ്ട്. മാരാർക്കിപ്പം എന്ത് പറയണ്ട, എന്ത് കാര്യങ്ങളിലൂടെ ഒരു പുച്ഛഭാവം എന്നുള്ളൊരു സാധനം മാരാർക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ യൂട്യൂബേഴ്സിനെയൊക്കെ മാരാർ അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ചപ്പം നമ്മളെല്ലാവരും അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമുണ്ട്. പക്ഷെ സായി എന്ന് പറയുന്ന ഒരാൾ ഗെയിമിനെ പറ്റിയിട്ട് സംസാരിക്കുമ്പം ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. സായി അവിടെ ചെന്ന് ഒരു മാങ്ങാത്തൊലിയും കാണിച്ചില്ല. അതാണ് അതിൻ്റെ റിയാലിറ്റി. അപ്പോൾ അവിടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ ഈ സീസൺ കണ്ടിട്ടില്ല, ഞാൻ FBയിലോ റീലിലോ മാത്രം കാണുന്നു, എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല എന്ന് നേരത്തെ പറഞ്ഞതിന് ഇപ്പുറത്ത് വന്നിട്ട് പറയാം, വായ്ത്താളത്തിൻ്റെ അപ്പോസ്തലനായ സായി കൃഷ്ണൻ അല്ലെങ്കിൽ സീക്രട്ട് ഏജൻറ്റ് അതിനകത്ത് പോയി എന്ത് കാണിച്ചു, അങ്ങനെ കാണിച്ചു. സംഗതി എനിക്ക് കപ്പ് കിട്ടിക്കാണും. എനിക്കും കിട്ടിയടേ, ഞാനും എടുത്തു വെച്ചിട്ടുണ്ട്. മണി ബോക്സ്, കല്ല്, കുറേ ഒന്നുമില്ല, ഫുൾ മറ്റേ ഫിസിക്കലി ആ ലെവല് വരെ എത്തിയിട്ട് അവിടെയും TTFൽ ടിക്കറ്റ് ഫിനാലിൽ 2nd പൊസിഷനിൽ ഉണ്ട് സായി കൃഷ്ണൻ.
നിനക്ക് സംഗതി കപ്പ് കിട്ടി കാണും. എൻ്റെ കയ്യിലും ഉണ്ട് മണി ബോക്സ്, കല്ല് എല്ലാം ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ പൊന്നളിയത് എന്ത് ഞാനത് പറയണ്ടേ. സി മണി ബോക്സ് എടുത്തിട്ട് ഇറങ്ങിയിട്ട് അതൊരു വലിയ സംഭവമായിട്ട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. രണ്ടാമത് കല്ലെടുത്ത എനിക്ക് മനസ്സിലായില്ല എന്താണ് കല്ലെന്ന്. അതറിയാവുന്നവരുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യുക. സായി ഒരു കാര്യം മനസ്സിലാക്കി, ഒരിക്കലും അയാളൊരു വിന്നറാണ്. അപ്പോൾ ഒരു വിന്നറെ ഒരിക്കലും സായി എന്ന് പറയുന്ന ഒരു ഗെയിമറുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാര്യം ഒരു രാവും പകലും വ്യത്യാസമുണ്ട്. സീക്രട്ട് ഏജൻറ്റ് എന്ന് പറയുന്ന വ്യക്തി നിങ്ങൾ കാണിച്ചത് എന്താണെന്നും അഖിൽമാരാർ എന്ന് പറയുന്ന വ്യക്തി എന്താണ് കാണിച്ചതെന്നും അറിയാം. അത് സായിക്ക് നല്ലോണം അറിയാവുന്നതാണ്. കാര്യം സായി കഴിഞ്ഞ സീസണിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ജുനൈസിനെ. ബിക്കോസ് ജുനൈസ് സായിയുടെ ഫ്രണ്ടാണ്. അതൊന്നാമത്തെ ഒരു കാര്യം. അല്ലാതെ ജുനൈസ് എന്നൊരു ഗെയിമറെ കാര്യം ജുനൈസിൻ്റെ ഒരു എന്താ പറയുക, ജുനൈസ് അത്യാവശ്യം പിന്നെ ഗെയിമെങ്കിലും കളിക്കുമായിരുന്നു, എന്തെങ്കിലും കളിക്കുമായിരുന്നു. അവിടെ മാരാർക്കൊക്കെ ഇത്തിരിയൊക്കെ എന്താ പറയണ്ട നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ഇച്ചിരിയൊക്കെ നിന്നിട്ടുള്ളത് ജുനൈസാണ്. പക്ഷേ സായി എന്ന് പറയുന്ന വ്യക്തി അവിടെ ഒരു മനുഷ്യരോടെ ഒന്ന് വാ തുറക്കുകയോ ഒന്ന് രക്ഷപ്പെടുകയോ ഒരു തേങ്ങയും കണ്ടിട്ടില്ല. ഫിനാലെ എന്ന് പറയുന്ന ഒരു സാധനം മാത്രമല്ലല്ലോ ആ ഒരു ഗെയിമിനകത്ത് മെയിനായിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മാത്രമല്ല ടിക്കറ്റ് ഫിനാലയിൽ തന്നെ സായി ജയിച്ച കുറേ കാര്യങ്ങളൊക്കെ വിട്ടുകൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് അതിനെ പറ്റിയിട്ട് കുറേ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഡെയിലി റിവ്യൂ ചെയ്യുന്നവർക്ക് അറിയാം. സായി എന്തോ സ്വന്തമായിട്ട് ആ ഗെയിമൊക്കെ കൊണ്ടുവന്ന് തുളച്ചെന്നൊക്കെ ഇങ്ങനെ പറയാൻ കേൾക്കാം. വേറെ ആൾക്കാർക്ക് എന്തോ അഭിഷേകിനെ കണ്ട് ഗെയിം വിട്ടുകൊടുത്തു എന്നൊക്കെ പറയാം. ഇതെല്ലാം വെച്ചിട്ടും സായി ഒരിക്കലും മാരാർ എന്ന് പറയുന്ന വ്യക്തിയും സായി ആയിട്ട് ബിഗ് ബോസ് ഷോയിൽ റിലേറ്റ് ചെയ്തിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പൊന്നളിയ ഭയങ്കര നാണക്കേടാ. ഉള്ള കാര്യം ഞാൻ പറയാം, ബാക്കിയുള്ള കേട്ട് നോക്കാം. മനസ്സിലായ? ഞാനായിട്ട് ഇറങ്ങി പോകുന്നതാണ്. ഓപ്പോസിറ്റിൽ നിന്ന ജുനൈസിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സായി. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജുനൈസിന്റെ 10-1 അയൽപ്പക്കത്ത് പോലും കൊണ്ടുവന്ന് കെട്ടാൻ പറ്റുന്ന ഒരു മത്സരാർത്ഥി പോലും അല്ല സത്യത്തിൽ സായി. അയ്യോ, ജുനൈസിന്റെ ഗെയിം നീ കണ്ടു. ഓക്കെ, ജുനൈസിന് നീ അകത്തിരുന്ന് നീ കണ്ടു. ജുനൈസ് കിടിലൻ ഗെയിമാണ് കളിച്ചത്. എനിക്ക് നിന്റെ ഗെയിമിനേക്കാൾ ഇഷ്ടപ്പെട്ടത് ജുനൈസിന്റെ ഗെയിം ആയതുകൊണ്ട് ഞാൻ ജുനുവിനെ അത്രയും ഞാൻ സപ്പോർട്ട് ചെയ്തു. ഞാൻ ജുനു സപ്പോർട്ട് ചെയ്യാൻ കാരണം എനിക്ക് ആ കൈൻഡ് ഓഫ് ഗെയിമാണ് ഇഷ്ടം. മനസ്സിലായ? പിന്നെ നീ ഇപ്പം പറയുന്നു ജുനൈസിനെ 10-1 വശത്ത് 10 അയൽവക്കത്ത് കൊണ്ടുവരാൻ പറ്റില്ല സായി കൃഷ്ണൻ എന്ന് പറയുന്നുണ്ട്. നീ ഗെയിം കണ്ടാട ഗെയിം? നീ കണ്ടാ ഗെയിം? നീ അപാര നുണയനായി പോകുന്നുണ്ട് കേട്ടോ, ബാഡ് ബോയ്. ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഗെയിം. കണ്ടതിൻ്റെ പേരിലാണ് പറയണത്. ജുനൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സായിയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം ജുനൈസ് അത്യാവശ്യം ഗെയിം കളിച്ചായിരുന്നു. പല കാര്യങ്ങളും ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. മാരാറ നൈസായിട്ട് ചൊറിഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. അവസാനമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജുനൈസ് എന്താ പറയുക, ജുനൈസ് വിട്ടുകൊടുത്തിട്ടില്ല ഒരു കാര്യങ്ങൾക്കും. ജുനൈസ് ആ ഉറച്ച് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. പല സ്റ്റേറ്റ്മെൻറ്റുകളും മാരാറെ പറ്റി പറഞ്ഞത്. ഇവിടെ സായി എന്ന് പറയുന്ന വ്യക്തി എന്താണ് അതിനകത്ത് കാണിച്ചത്? എന്താ പറയാനും വേണ്ടി എന്താണ് ഉള്ളത്? എനിക്കത് ഒന്ന് ചൂണ്ടിക്കാണിക്കുക. ഞങ്ങളെല്ലാവരും ഗെയിം കണ്ടതാണ്. ഒരു ആകപ്പാടെ സായിയുടെ കൊള്ളാവുന്ന ഒരു എപ്പിസോഡ് ഞാൻ പറയാം. സ്നേഹ വന്ന ഒരു എപ്പിസോഡാണ്. അതിനകത്ത് ആ പട്ടിയുടെ കേസൊക്കെ പറയുമ്പോഴും ഇമോഷണലി കാര്യം സായി എന്ന് പറയുന്ന ഒരു നല്ല മനുഷ്യനായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. ആ ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് തന്നെയാണെന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ആളാണെന്ന് തന്നെ പറഞ്ഞു. കാര്യം ആ ഒരു പട്ടിയുടെ കേസിൽ പിന്നെ ആ ഒരു സ്നേഹം വന്നപ്പോൾ ഉള്ള സായിയുടെ അതൊക്കെ അതായിരുന്നു സായിക്ക് പറയാൻ വേണ്ടി കൊള്ളാവുന്ന ഒരു എപ്പിസോഡെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. സായി എന്ന് പറയുന്ന ഒരു മികച്ച ഗെയിമറെ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ബാക്കിയോടെ കേട്ടോക്കാം. നീ ഒരു നാവുകൊണ്ട് നീ അവിടെ ഇരുന്ന് ഗെയിം കണ്ടില്ല എന്ന് പറയും. ഇപ്പുറത്ത് വന്നിരുന്നിട്ട് നീ ജുനൈസിനെ എന്നെ ഇക്വേറ്റ് ചെയ്യും. നീ കംപ്ലീറ്റ് ഗെയിം കണ്ടാടേ. നീ 2 അർത്ഥം നിങ്ങൾ ഇങ്ങനെ പച്ചനോള വിളിച്ചു പറയുന്നവനെ ഞാൻ എന്ത് പറയുന്ന ഞാൻ ആലോചിച്ച് നോക്കുന്നു. ഗെയിം കണ്ടില്ല എന്ന് പോകും പറയും. പിന്നെ ഇപ്പുറത്ത് വന്നിരുന്ന സായി കൃഷ്ണ ഗെയിം കണ്ടു, അത് കൊള്ളില്ല എന്നും പറയും. അപ്പൊ സായി പുറത്തിറങ്ങിയ സമയത്ത് പതിവ് പോലെ തന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ അവർക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തത് കൊണ്ട്, ഞാൻ എല്ലാവരും അല്ല പറയുന്നത് കേട്ടോ, അതായത് പറയാത്ത കാര്യങ്ങൾ കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ, അതായത് ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പറയാത്ത കാണാത്ത കാര്യങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് മറ്റൊരാടുത്ത് ഇത്തരം ചോദ്യങ്ങളുമായിട്ട് ചോദ്യങ്ങൾ കൊണ്ട് ചെല്ലുമ്പോൾ സായിട്ടൊരു ചോദ്യം ചോദിക്കുന്നു, ബിഗ് ബോസിൽ വിജയിയെ തീരുമാനിക്കുന്നത് ബിഗ് ബോസിലെ ആൾക്കാരാണ് എന്ന് അഖിൽമാരാർ പറഞ്ഞല്ലോ. ഒന്നും ഞാൻ അങ്ങനെ ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. ഈ പറയാത്ത കാര്യങ്ങളാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെ വലിയ മാസ രീതിയിൽ അത് പുള്ളി എങ്ങനെയാണോ ജയിച്ചത് എന്ന് പുള്ളിയോടൊന്ന് പോയി ചോദിക്കൂ. അറ്റ്ലീസ്റ്റ് അവൻ പറയണം, ഇത് ഞാൻ എന്താണ് പുള്ളി പറഞ്ഞതെന്ന് കേൾക്കാത്തിടത്തോളം അതിന് ഞാൻ മറുപടി പറയുന്നില്ല എന്ന് പറയണം. അതിനുള്ളൊരു ബോധമെങ്കിലും ഉണ്ടാവണം. പൊതുവെ ഇവനത് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നതുമില്ല. കാരണം ഇവൻ ഈ ലോകത്ത് നടക്കുന്ന വിഷയങ്ങളെ കുറിച്ചിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരു രീതിയിലും ഒരു കാര്യത്തെക്കുറിച്ചും യാതൊരു ബോധവും ഇല്ലാതെ വന്നിരുന്നിട്ട് വെറുതെ ഒരു റീച്ച് ഉണ്ടാക്കിയെടുക്കുക, ആൾക്കാരെ വായി തോന്നുന്നത് പറഞ്ഞിട്ട്
അതിലൂടെ വരുമാനം സമ്പാദിക്കുക എന്നതിനപ്പുറത്തേക്ക് അഭിപ്രായം പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് കുറച്ച് കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കി വെക്കാൻ ശ്രമിക്കുക എന്ന് ഞാൻ പറയുന്നു. അതുകൊണ്ട് സായിയുടെ അറിവിലേക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറ്റ്ലീസ്റ്റ് നീ ഒന്ന് പോയി കേൾക്കുക. കേട്ടതിന് ശേഷം മറുപടി പറയാൻ ശ്രമിക്കുക. മാരാർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ കേട്ടോ. സായിക്ക് ആ ഒരു ഇന്റർവ്യൂവിൻ്റെ ഇടയ്ക്ക് സായിക്ക് പറയായിരുന്നു, ഞാനത് കേട്ടില്ല, അതുകൊണ്ട് എനിക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന് പറയായിരുന്നു. ഞാനത് നേരത്തെ പറഞ്ഞായിരുന്നു. അത് ശരിക്കും പറയാതെ സായി അത് വലിച്ചു നീട്ടി അയാളോടെ തന്നെ പോയി ചോദിക്കണം, അയാൾ അങ്ങനെയാണോ ജയിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അത് കേട്ടപ്പോഴത്തേക്ക് നൈസായിട്ട് മാരാർക്ക് അത് കൊണ്ട്. അത് തന്നെ എൻ്റെ മെയിൻ കാര്യം, അല്ലാതെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത് മാത്രമല്ല, സായി എടുത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഞാൻ മാരാർ എവിടെയും പറയുന്നത് കേട്ടിട്ടില്ല. ഉള്ള ആരും പറയാമല്ലോ. അങ്ങനെ നിങ്ങളാരും കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്ത് കമൻറ്റ് ചെയ്യണം. മാരാർ പറഞ്ഞ വേറെ കുറേ അലിഗേഷൻസ് ഒക്കെയാണ് വന്ന് പറഞ്ഞത്, അല്ലാതെ വ്യക്തമായിട്ട് ഓഡീഷൻ സമയത്ത് ഓരോ പ്ലെയർ എടുക്കുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓക്കെ, നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇതിനകത്ത് മാരാർ തന്നെ പറയുന്നത് ഞാൻ അങ്ങനെ സാധനമേ പറഞ്ഞിട്ടില്ലെന്ന്. ഏതോ വിവരം കെട്ടന്മാർ വന്ന് അങ്ങനെ ചോദിച്ചതാണെന്നാണ് മാരാർ പറയുന്നത്. അപ്പം എന്തായാലും ബാക്കിയുടെ കണ്ടുപോകാം. അഖിലിന്റെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കൃത്യമായിട്ട് എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഖിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എവിടെയാണ്, എങ്ങനെയാണ് പറഞ്ഞത്? കോമൺ സെൻസ് വേണം. ഒരു മനുഷ്യൻ നമുക്ക് കോമൺ സെൻസ് വേണം. അല്ലെങ്കിൽ ഈഗോ വെച്ചിട്ട് കാര്യങ്ങൾ എടുക്കരുത്, മനസ്സിലായ? ഈഗോ തലയിൽ വെച്ചിട്ട് മറ്റേ എന്താ പറയുക, ഈഗോ കൊണ്ട് തലയിൽ കയറ്റിയിട്ട് അവനാരുടെ എന്നെ പറയാൻ എന്നുള്ള സാധനം വരരുത്. വന്നിറങ്ങി എന്നോട് ചോദിച്ചു, ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. പിന്നെ നീ മീഡിയക്കാരെ നീ മറ്റവരാക്കല്ലേ, മനസ്സിലായ? ഇതേ മീഡിയക്കാരൊക്കെ തന്നെയാണ് ഏറ്റിപ്പിടിച്ച് പൊക്കിപ്പിടിച്ച് നടക്കുന്നതും ഇനി നടക്കാനുള്ളതൊക്കെ. ഇനി അവരെ വില കുറച്ചുള്ള അടി അടിക്കാതെ, അത് വളരെ മോശം പരിപാടി. സംഗതി ഞാൻ വളരെ കൃത്യമായിട്ട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാറിലിരുന്നിട്ട്. എനിക്ക് അഖിൽ അങ്ങനെ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. അഖിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇതായിരുന്നു അതിൻ്റെ റിപ്ലൈ. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാരാർ ഇന്ന് രാവിലെ വന്നിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. വീഡിയോ ഇട്ടിട്ട് നൈസായിട്ട് ഊക്കിയിട്ടുണ്ട്. ഇതിനകത്ത് സായി പറയുന്ന ഒരു കാര്യമുണ്ട് മാരാറെ പറ്റിയിട്ട്. അതായത് ഈ എല്ലാ മീഡിയക്കാരെയും ഇങ്ങനെ പുച്ഛിക്കല്, അതൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാരാർ അത്യാവശ്യം ഈ പറയുന്ന യൂട്യൂബേഴ്സിനെ എടുക്കുന്നതൊക്കെ കുറച്ച് എന്താ പറയണ്ട, കുറച്ച് വില കുറച്ച് കാണുന്ന രീതിയിലുള്ളൊരു സംസാരമുണ്ട്. ആ ഒരു സംസാരം അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ശരിക്കും പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, അവനെയൊക്കെ നല്ല രീതിയിൽ തിരിച്ച് പറയുന്നതിനകത്ത് ഒരു കുഴപ്പമില്ല. പക്ഷേ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ മാരാർക്ക് ഒരു പുച്ഛഭാവം എന്ന് പറയുന്നൊരു സാധനം എനിവേ ഉണ്ടായിരുന്നു. അതായത് എന്താ പറയണ്ട, ആ ഒരു ടൗണിലെല്ലാം അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. കാര്യം മാരാർ പല വട്ടവും സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് വായി തോന്നുന്നവന്മാരാണ്, പിന്നെ റിവ്യൂ ചെയ്യുന്നവരെ പറ്റിയിട്ടെല്ലാം മാരാർ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിനെല്ലാം മാരാർ എതിർത്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ സായെ പറ്റിയിട്ട് മാരാർ പറഞ്ഞതിനകത്തൊന്നും ഒരിക്കലും എതിർക്കാൻ പറ്റത്തില്ല. പരമാർത്ഥമാണ് പറഞ്ഞേക്കുന്നത്. 100% അക്സെപ്റ്റ് ചെയ്യുന്ന കാര്യമാണ് മാരാർ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇന്ന് രാവിലെ ഇട്ട മാരാറിൻ്റെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു. ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ, സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്ന സമയത്തും, അല്ലെങ്കിൽ ഉസൈൻ ബോൾട്ട് ഒളിമ്പിക്സിൽ വിജയിച്ചു കഴിയുന്ന സമയത്തും, മൈക്കൽ ഫെൽപ്സ് നീന്തൽ വിജയിച്ചു കഴിഞ്ഞ സമയത്തും, അതല്ല എന്നുണ്ടെങ്കിൽ ആൽഫ്രഡ് ഹിച്ച്കോക്കിനെയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ വാഷിംഗ്ടനെയും ഒക്കെ പോലെയുള്ള വലിയ പ്രഗത്ഭന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ അറിഞ്ഞുകൂടാത്ത വിഷയങ്ങളൊന്നുമില്ല. അപ്പൊ ഇദ്ദേഹത്തെ പോലെ ഒരാൾ വളരെ സാധാരണക്കാരനായ എന്നെ കുറിച്ചൊക്കെ പറയുമോ? ഞാൻ എന്തായാലും പുറത്ത് നിൽക്കുന്ന സമയത്താണ് ഇത് കേട്ടത്. ഞാനത് കേട്ട സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട മാത്രയിൽ തന്നെ അന്തരീക്ഷത്തിന്റെ സ്വഭാവം പെട്ടെന്നങ്ങ് മാറുകയാണ് ഉണ്ടായത്. പെട്ടെന്ന് സൂര്യൻ ഇത് കേട്ട് ഭയന്ന് മേഘപാളികൾക്കുള്ളിൽ ഒളിച്ചു. പെട്ടെന്ന് അന്തരീക്ഷം ഇരുണ്ടു. രാവിലെ തൊട്ട് മഴ വന്നു തുടങ്ങി. പിന്നീട് ഞാൻ അടുത്ത ഒരു മച്ചിപ്പശു നിൽപ്പുണ്ടായിരുന്നു. ആ മച്ചിപ്പശു ഇദ്ദേഹത്തിന്റെ ശബ്ദം കേട്ട സമയം ആ നിമിഷം പ്രസവിച്ചു. തൊട്ടപ്പുറത്തെ വീട്ടിൽ തളർവാദം പിടിപെട്ട് കിടന്ന ഒരു അമ്മാവൻ, പാരലിസിസ് വന്നിട്ട് തളർവാദം പിടിപെട്ട് കിടന്നിരുന്ന ഒരു അമ്മാവൻ, അദ്ദേഹം ഇറങ്ങി ഓടി. 2 റൗണ്ട് ഓടിക്കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ആവേശം തീരാഞ്ഞ് അദ്ദേഹം ഇപ്പൊ തെങ്ങിക്കയറി 3 ചെന്തെങ്ങ് വിട്ട് വെട്ടി കരിക്കും കുടിച്ചുകൊണ്ട് ഇപ്പൊ അവിടെ ഇരിക്കുകയാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാരാറിൻ്റെ വായിൽ ചെന്ന് പെട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഊക്ക് കിട്ടും. ഉള്ള കാര്യം ഞാൻ തുറന്നു പറയുന്നത്, മാരാറെ സംസാരിച്ച് തോപ്പിക്കാനായിട്ട് ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. അത് അങ്ങനെ ഒരു കഴിവുണ്ട്. എന്ത് കാര്യങ്ങൾ കിട്ടിയാലും ബിഗ് ബോസിലും കണ്ടതാണ്. ട്വിസ്റ്റ് ചെയ്യാനും ഭയങ്കര കഴിവുണ്ട്. അതേപോലെ തന്നെ പറഞ്ഞ് തോപ്പിക്കാൻ ഒരു മനുഷ്യർക്കും പറ്റത്തില്ല. അത് നാവാണ് അങ്ങേറെ ഏറ്റവും വലിയ വെപ്പൺ. അത് ഞാൻ ഉള്ള കാര്യം പറയുന്നത്. സായിക്കൊരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല അത്ര അത് പിടിച്ച് നിൽക്കാൻ പറ്റുമെന്ന്. ഓക്കെ, എന്തായാലും ഇതിനെ മറുപടിയായിട്ട് സായും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റൊക്കെ എന്തോ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്, എന്തൊക്കെയോ പറഞ്ഞിട്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഇതിനെയൊക്കെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.